ആണ്. ഇപ്പോൾ പ്രിയദർശിനി പ്രോഗ്രാം തന്നെ അതിൻ്റെ ആ പ്രോജക്റ്റിന് തന്നെ വർഷം തോറും ഉണ്ടായി വരുന്ന അധിക ചെലവ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഗതാഗത വകുപ്പിന് കൊടുക്കണം. ഓൾറെഡി ഗതാഗത വകുപ്പിന് സപ്പോർട്ടോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്, ഗതാഗത വകുപ്പും മുന്നോട്ട് പോകുന്നത്. 1200 കോടി രൂപയോളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പ്രിയദർശിനി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സൗജന്യ യാത്ര വന്നതോടുകൂടി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ആദ്യ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് അസാധാരണമായ രീതിയിൽ സ്ത്രീകൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ബാധ്യതയിലേക്ക് അത് വരും. അത് സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാകും. ഇവിടെ സത്യത്തിൽ ഈ പ്രോജക്റ്റ് കൊണ്ടിട്ട് എന്തുമാത്രം സമൂഹത്തിന് ഗുണമുണ്ടാകുമെന്നുള്ള ഒരു വിശകലനവും നടത്താതുള്ളൊരു പ്രഖ്യാപനമാണ്. ഇപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ബസ്സുകൾ വളരെ സ്ട്രഗിളായി കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന നഷ്ടവും പ്രൈവറ്റ് ബസ് എക്കോണമിയിൽ നടത്തുന്ന സഹായവും അതിൻ്റെ സംഭാവനകളുമൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അതൊരു നഷ്ടമാണ് ഇതിൻ്റെ പേരിൽ നടത്തുമ്പോൾ. മറ്റു പല കാര്യങ്ങളുമുണ്ട്. എത്ര കണ്ട് ഇത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടതാണ്. ഒരു 2-3 മാസം കഴിഞ്ഞെങ്കിലും അതൊന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. ഏതുതരം യാത്രക്കാരാണ് ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്തതെന്നും ആശിച്ച രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്.